ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഡിലേ വന്നിട്ടുണ്ട്. അത് വീടിൻ്റെ ഹൗസ് വാമിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് ഞങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാനും അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് കൊടുക്കുവാൻ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഒഴിച്ചുകയറി തയ്യാറാക്കാം. ചിലപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാലും എൻ്റെ അറിവിൽ വന്ന ഈ ഒരു കറി തീർച്ചയായിട്ടും എനിക്ക് വളരെയേറെ ടേസ്റ്റായിട്ട് തോന്നി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനി എങ്ങനെ തയ്യാറാക്കാമെന്നും എന്തൊക്കെയാണ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. പിന്നീട് കടുക് താളിക്കാനായിട്ട് വറ്റൽമുളക്, ഉലുവ, കടുക്, കറിവേപ്പില. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 15 ചെറിയ ഉള്ളിയോളം ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കുറച്ച് ഇഞ്ചി, പിന്നീട് പച്ചമുളക്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ അതല്ലാണ്ട് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഞാനിവിടെ പാനിൽ വെളിച്ചെണ്ണ, കൊക്കനട്ട് ഓയിൽ, നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുകിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കടുകൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇതൊന്ന് ഇപ്പം കടുകൊക്കെ പൊട്ടി തുടങ്ങി, അതുപോലെ ഉലുവ മൂത്തു. നമുക്കപ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ്, ഇതൊന്ന് കുറച്ചും കൂടി വാടാനായിട്ടുള്ള ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച ചുവയൊന്ന് മാറണം. ഇനി നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല. ഉപ്പ് പിന്നീട് നമുക്ക് തൈര് ഒഴിച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പച്ചമുളകും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ചേർക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ ആ ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ ആയിട്ട് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചല്ലെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട. ഇത് നമുക്ക് കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂ ഇളക്കുക. ഒന്നിടോട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ തക്കാളി ഒന്ന് വെന്ത് ഒന്ന് ഉടയും. അപ്പോൾ ആ ഒരു നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തക്കാളി നന്നായിട്ട് വെന്തങ്ങ് പോകും. അങ്ങനെ വെന്ത് പോകരുത്. നമുക്ക് തക്കാളിയുടെ പീസ് കുറച്ച് നമുക്ക് അതുപോലെ കിട്ടുകയും കൂടി വേണം. അതുകൊണ്ട് നമുക്ക് തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തക്കാളിയൊക്കെ ഉടയുകയും അതുപോലെ കുറച്ച് നമുക്ക് ആ ഒരു വെന്ത് വന്നിട്ടുള്ള തക്കാളിയും ഉണ്ട്. നമുക്കിതിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ആ ഒരു മഞ്ഞളിൻ്റെ മഞ്ഞ നല്ല രീതിയിൽ ഉള്ളിയിലും അതുപോലെ തക്കാളിയിലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. പച്ചമുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടയായിട്ടുള്ള തൈര് തന്നെ യൂസ് ചെയ്യുക. ഇത് തൈര് ചേർത്തിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. കാര്യം തൈര് അതങ്ങ് തിളച്ച് കഴിയുമ്പോൾ ഒരു വല്ലാത്ത ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ച് ചെയ്യുക. ഞാൻ ഏകദേശം 2.5 ഗ്ലാസ് 250 മില്ലി എന്ന് പറയാം. അപ്പോൾ 2.5 ഗ്ലാസ് തൈര്, 2.5 ഗ്ലാസ് അല്ല 3 ഗ്ലാസോളം ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. ഇവിടെ കപ്പിൻ്റെ ഒരു അളവ് ജസ്റ്റ് ഒന്ന് വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ
ഒരു 3-3.5 ഗ്ലാസ് എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എത്രയാണോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നമുക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് നമ്മൾ ഈക്വൽ ആവാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് നോക്കുക. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പതഞ്ഞ് തിളച്ച് വരരുത്. തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ചൂടാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുവരെ നമ്മൾ കൈ എടുക്കാതെ ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. നമ്മുടെ മോര് കറി അടിപൊളി ടേസ്റ്റായിട്ട് മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പം ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. തിളച്ചിട്ടില്ല, പതഞ്ഞ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നമ്മളിത് ഇളക്കാതിരിക്കുമ്പം ചെറിയൊരു ബബിൾസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ എത്തുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം തീ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം. നമ്മുടെ തക്കാളി വെച്ചിട്ട് മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി. ഞാൻ പറഞ്ഞു ഈ തക്കാളിക്ക് അവിയൽ ഞാൻ ഇതിന് മുൻപ് ഇതിൽ തന്നെ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തക്കാളി അവിയൽ, അതുപോലെ കോവയ്ക്ക മെഴുക്കുവരട്ടി, ഒപ്പം സ്പെഷ്യൽ ഈ മോരുകറിയും കൂടി ആകുമ്പോഴത്തേക്കിനും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഉപ്പൊക്കെ പാകത്തിനാണ് ഇട്ടിട്ടുള്ളത്. നോക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ്, നല്ല കൊതിയായിട്ട് വയ്യ. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സൂപ്പർ പറയുകയല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു സ്പെഷ്യൽ മോരുകറി തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നവരോ അല്ലെങ്കിൽ പലർക്കും അറിയാവുന്നതായിരിക്കാം. എന്നാലും അറിയാത്തവരിലേക്കും കൂടെ എത്തിക്കുവാനായിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്